നിങ്ങളീ കാണുന്നത് എൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടത്തിൻ്റെ വിഷ്വൽസാണ്. വളരെ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ്. അടുക്കളത്തോട്ടം എന്ന് പറയാനായിട്ട് അത്ര വലുതായിട്ടല്ല, ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി രീതിയാണിത്. നമ്മുടെ വീട്ടിൽ ഉണ്ടായ കുറച്ച് പച്ചക്കറികളും അതുകൂടാണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു വെച്ച തൈകളും ഒക്കെയാണ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നമ്മുടെ വീട്ടിൽ കിളുത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കൊണ്ടുവന്ന് ഒന്നുമില്ലെങ്കിലും അവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ആ മണ്ണിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് വളരെ ഭംഗിയായിട്ട് കിളുക്കും. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു ചെറിയൊരു തോട്ടം പിന്നീട് ഇതിൻ്റെ വളർച്ചയെ കണ്ടപ്പോൾ നല്ല രീതിയിൽ ചെയ്യണമെന്ന് തോന്നി. ആദ്യമൊക്കെ സീരിയസ് ആയി ഒന്നും തന്നെ കരുതാതെ വെച്ച് പിടിപ്പിച്ചാണ്. പക്ഷേ അവയുടെ വളർച്ചയും ഭംഗിയെ കണ്ടപ്പോൾ മുതലാണ് കൂടുതൽ നല്ല രീതിയിൽ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. വീട്ടിൽ തന്നെ നിർമ്മിക്കുന്ന വളങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങിയാൽ വളരെയധികം ഉപകാരമാകും. കാരണം നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഒന്ന് പാചകം ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മുളക് വേണം, ഒരു വേപ്പിൽ തണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഓടിച്ചെന്ന് പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. നമ്മുടെ വീട്ടിലിപ്പം ഒത്തിരി നല്ല രീതിയിൽ കൃഷി ചെയ്തിൽ നമ്മുടെ ഉള്ളതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നട്ട് നനച്ച് വളർത്തുന്നതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വേറൊരു ഇതാണ്. അപ്പോൾ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം കൂടാം. ഇതുപോലെയുള്ള കൃഷിയുടെ പല വീഡിയോസും ഇനി അങ്ങോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് ആദ്യം തന്നെയൊക്കെ ഞങ്ങൾ പയറും വെണ്ടയും മുളകും പാവലും ഒക്കെയാണ് നട്ടുവെച്ചത്. പക്ഷേ അവയിൽ പലതും ആദ്യം വളർന്നുവെങ്കിലും പിന്നീട് കീടങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ട് നശിച്ചുപോയി. വളപ്രയോഗം കുറഞ്ഞതും അതുപോലെ വിളവ് വലിയ രീതിയിൽ ലഭിച്ചിരുന്നില്ല. വളപ്രയോഗത്തിൻ്റെ കുറവ് മൂലം തന്നെയായിരുന്നു, വിളവിന് വലിയ ഇതില്ലായിരുന്നു. പിന്നീടത് പല വീഡിയോസ് നിങ്ങൾ കണ്ടതിന് ശേഷം വീട്ടിൽ വരുന്ന തലേദിവസത്തെ കഞ്ഞിവെള്ളമോ പച്ചക്കറി അവശിഷ്ടമോ മീൻ വേസ്റ്റോ എന്നിവയൊക്കെ ചേർത്ത് ചാണകമൊക്കെ ചേർത്ത് മിശ്രിതമാക്കി 2 ദിവസമൊക്കെ വെച്ചതിന് ശേഷം നമ്മളത് വെള്ളമൊക്കെ ചേർത്ത് തളിച്ചപ്പോഴാണ് കൂടുതൽ എന്ത് ചെയ്ത് ഫലം കണ്ടു തുടങ്ങി. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം, നമ്മൾ ജസ്റ്റ് വെറുതെ മണ്ണിലിങ്ങനെ തടമൊക്കെ ചെറിയ രീതിയിൽ എടുത്താണത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അങ്ങനെ ചുമ്മാ വെച്ചപ്പോൾ വലിയ ഫലം ഉണ്ടായില്ല. പിന്നീട് നമ്മൾ ഇതിൽ നല്ല രീതിയിൽ വളപ്രയോഗം നടത്തിയപ്പോഴാണത് അതിൽ മാറ്റം ഉണ്ടായത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും ഓരോന്നിലും. കാരണം നമ്മൾ വളപ്രയോഗം നടത്തിയ ചെടികളും നടത്താത്ത ചെടികളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടുക്കളത്തോട്ടം കൊണ്ട് നമുക്ക് വീട്ടിൽ ആവശ്യമായ കുറച്ച് നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറികളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കൃഷി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീട്ടമ്മമാർക്കും ആർക്കും വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇതുപോലെ നിന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചെറിയ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ്